എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ചിന്തകളുടെയോ വിശ്വാസങ്ങളുടെയോ സ്ഥിരമായ രീതിയെയാണ് നമ്മൾ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോകത്തെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ കാണുന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ കാണുന്നത്, എങ്ങനെയാണോ നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്, അതിൻ്റെ ഫിൽറ്ററിനെയാണ് നമ്മൾ മൈൻഡ് സെറ്റായിട്ട് പറയുന്നത്. ഒരു മൈൻഡ് സെറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അവർ ഹാബിച്വൽ വേ ഓഫ് തിങ്കിങ്, ബിലീവിങ് ആൻഡ് റെസ്പോണ്ടിങ്, ഈ 3 കാര്യങ്ങളും ചേരുമ്പോഴാണ് നമുക്ക് മൈൻഡ് സെറ്റ് ഫ്രെയിം ആവുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താലും നെഗറ്റീവായിട്ടും തിങ്ക് ചെയ്താലും എന്താണോ നമ്മൾ തിങ്ക് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് ആറ്റിറ്റ്യൂഡ്, ഡിസിഷൻസ്, ആക്ഷൻസ്, റിസൾട്ട്സ് എല്ലാം മാറുന്നത്. നമ്മളൊരു കാര്യം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും. അതുപോലെ ഡിസിഷൻസ് പോസിറ്റീവായിരിക്കും, ആക്ഷൻസ് പോസിറ്റീവായിരിക്കും, എൻ്റെ റിസൾട്ടും പോസിറ്റീവായിരിക്കും. അതേസമയം നമ്മൾ നെഗറ്റീവായിട്ടാണ് തിങ്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവായിരിക്കും, ഡിസിഷൻസ് നെഗറ്റീവായിരിക്കും, ആക്ഷൻസ് നെഗറ്റീവായിരിക്കും, നമ്മുടെ റിസൾട്ട്സുകളും നെഗറ്റീവായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണോ തിങ്ക് ചെയ്യുന്നത് അതായിട്ട് നമ്മൾ തീരുകയാണ് ചെയ്യുന്നത്.